അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവ കൃപയുടെ സാക്ഷ്യങ്ങൾ. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഈ ആഴ്ച രോഗികളുടെ വാർഡിൽ, രോഗികളുടെ സെക്ഷനിൽ കിടന്ന് ധ്യാനം കൂടുന്ന ഒരു കുടുംബത്തെയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. തൃശ്ശൂർ മാളയിലുള്ള ജനീഷ് സിൽവി ദമ്പതികളാണ്. ഇവരുടെ ജീവിതത്തിൽ ഈ ആഴ്ച ധ്യാനം കൂടിയപ്പോൾ ദൈവം നടത്തിയ വലിയൊരു അത്ഭുതം അത് നമ്മളുമായി പങ്കുവെക്കുകയാണ് ഇവർ. ഇപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ജനീഷ് എന്ന് പറഞ്ഞ ചേട്ടൻ, അദ്ദേഹം 2019 അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സ്ട്രോക്ക് വന്നതാണ്. അതിനുശേഷം ഒരുപാട് കഷ്ടപ്പാടുകളിലും സഞ്ചരിച്ചു. ഇപ്പോൾ ആദ്യമായി ഡിവൈനിൽ അവർ ധ്യാനം കൂടാൻ വന്നു. അതിനുശേഷം ദൈവം ഇപ്പോൾ തൊട്ട ഒരു അനുഭവം പങ്കുവെക്കുകയാണ്. ജനീഷൻ്റെ ഇതിലൂടെ തന്നെ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ നമ്മളുമായി കൂടുതൽ പങ്കുവെക്കുക കാര്യങ്ങൾ. എൻ്റെ പേര് ജിനേഷ്. എനിക്ക് വർത്തമാനം പറഞ്ഞതൊന്നും തിരിയുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. സംസാരിക്കുന്നതിൽ തിരിഞ്ഞുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു. കാഴ്ചയ്ക്ക് വളരെ വ്യത്യാസം ഉണ്ടായി. അതിന് മാറ്റം വന്നു. നടക്കാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായി. അത് കുറച്ച് ദിവസം മാറി തുടങ്ങി. നല്ല വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അങ്ങനെയൊക്കെയാണ്. ഓക്കെ, എന്തായാലും ജനീഷൻ്റെ വൈഫ് ചേച്ചി പറയും. ചേച്ചി, എങ്ങനെയായിരുന്നു 2019 ഇങ്ങനെ സംഭവിക്കുന്നത് അല്ലേ? എവിടെ വെച്ചായിരുന്നു, എന്താ സംഭവിച്ചത്? അദ്ദേഹം ജോലി കഴിഞ്ഞ് വന്നിട്ട് ബാത്റൂമിൽ കുളിക്കാൻ കയറിയതായിരുന്നു. അപ്പോഴാണ് വീണത്. ഡ്രൈവറായിരുന്നു, വണ്ടി ഓടിച്ച് ഡ്രൈവറായിരുന്നു. എയ്സ് ആയിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് തന്നെയായിരുന്നു കുളിക്കാൻ കയറിയപ്പോൾ പ്രഷറിൽ വേരിയേഷൻ വന്നിങ്ങനെ ഞരമ്പ് പൊട്ടി, ബ്ലീഡിങ് ആയി. ഹോസ്പിറ്റലിൽ 1.5 മാസത്തോളം കിടന്ന കിടപ്പായിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണം. തന്നെ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വീട്ടിലാണെങ്കിലും ഒന്നും ആളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തന്നെ അടുത്ത് വേണം. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ എന്താ പറയുക, ആൾക്ക് തന്നെ നടക്കാനുള്ളൊരു ഇത് 2019 സംഭവിച്ചു. അതിനുശേഷം ഇപ്പോൾ നീണ്ട 7 വർഷം ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് കിടപ്പ് തന്നെയായിരുന്നു. കിടപ്പ് തന്നെയാണ്. ആള് ചുമരയിൽ സപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ച് ബാത്റൂമിലേക്കൊക്കെ പോകുന്ന അവസ്ഥയിലേക്ക്. ഈ കഴിഞ്ഞ മാസം മുതലൊന്ന് വീണതിന് ശേഷം ആൾക്ക് തീരെ പറ്റാതെയായി. നടക്കുവാനോ. കഴിഞ്ഞ മാസം വീണ്ടും വീണു. കഴിഞ്ഞ മാസം ഒന്ന് വീണിട്ട് ആൾക്ക് തീരെ ബാക്കോട്ട് പോയി. പിന്നെ നടക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ഒക്കെ കുറുക്ക് രൂപത്തിൽ, ജ്യൂസ് രൂപത്തിലൊക്കെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ആൾ ചോറൊക്കെ ഭക്ഷണം ശരിക്കും ചവച്ച് എരിവുള്ളതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ച് എന്താ പറയുക. 6 വർഷം നിങ്ങളിങ്ങനെ ആദ്യമായിട്ടാണ് ഡിവൈനിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. എന്താണ് ഡിവൈനിലേക്ക് വരാനുള്ള ഒരു തീരുമാനം എടുത്തതിൻ്റെ പിന്നിൽ? ഡോക്ടർ പറഞ്ഞു ഞങ്ങളുടെ അടുത്ത്, ആളെയും കുട്ടി ഒന്ന് കുറച്ച് ദിവസം ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോൾ എന്തെങ്കിലും ചേഞ്ചസ് വരും തീർച്ചയായിട്ടും. അപ്പം ഞങ്ങളുടെ സുഹൃത്തായ 2 വ്യക്തികൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു. ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, ഡിവൈനിലേക്ക് വരാനായിട്ട് അവർ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ചേട്ടനുണ്ടായിരുന്നു? പ്രതീക്ഷ ഉണ്ടായിരുന്നു. വ്യത്യാസം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടായിരുന്നു. എന്നാലും കർത്താവൻ നടത്തിക്കും എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഇതിപ്പോൾ 2ാമത്തെ ആഴ്ചയാണ് നിങ്ങൾ ധ്യാനം കൂടുന്നത്. ആദ്യത്തെ ആഴ്ച ദമ്പതി ധ്യാനത്തിനാണ് വന്നത്. ദമ്പതികളുടെ ധ്യാനത്തിനാണ് 3 ദിവസം ഞങ്ങൾ പങ്കെടുത്തത്. അപ്പം തന്നെ നമുക്ക് കൂടുതൽ എന്താ പറയുക, നല്ലൊരു ആത്മവിശ്വാസം കിട്ടി. തീർച്ചയായിട്ടും ഇനി ഇവിടെ നിൽക്കണം എന്നുള്ളൊരു, ഇപ്പോഴും ഞങ്ങൾക്ക് ഇവിടുന്ന് പോകണം എന്നില്ല. ഇനിയും എന്താ പറയുക, നല്ലൊരു മാറ്റം ഇനിയും ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വളരാനും. ഈ ആഴ്ച ധ്യാനം കൂടി ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ്. ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സാക്ഷ്യം പറയാനുണ്ടായ ഒരു മാറ്റം ജീവിതത്തിൽ സംഭവിച്ചു. അത് എങ്ങനെയായിരുന്നു, എപ്പോഴായിരുന്നു? ആരാധന സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഇവിടെ ആരാധന ഉണ്ടായിരുന്നു. കുർബാനയ്ക്ക് ശേഷം ആരാധനയിലാണ്, വീൽ ചെയറിലാണ് ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയത്, റൂമിൽ നിന്ന് കൊണ്ടുപോയത്. അവിടെ എത്തി ആരാധന വചനങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ വചനം നടത്തി. ആരാധന സമയത്ത് ആള് വീൽ ചെയറിൽ നിന്ന് തന്നെ എഴുന്നേറ്റ് നടക്കുകയായിരുന്നു. അപ്പൊ ജെയിംസ് കുട്ടി ബ്രദറിന്റെ ആരാധന, ജെയിംസ് കുട്ടി ആളുടെ ആ ബ്രദറിന്റെ ആരാധനയായിരുന്നു. അപ്പോ ചേട്ടൻ എന്തെങ്കിലും ആ സമയത്ത് അനുഭവപ്പെട്ടോ? ചൂടൊക്കെ അനുഭവപ്പെട്ടു. ഭയങ്കര ചൂട് അനുഭവപ്പെട്ടു. ഞാൻ പയ്യേറ്റു.
എന്താണ് ആ സമയത്ത് തോന്നിയൊരു ശക്തി, എനിക്ക് എണീക്കാൻ പറ്റുമെന്ന് തോന്നിയ ശക്തി എന്തായിരുന്നു? എന്തോ നമ്മുടെ ശരീരത്തിൽ എന്തോ എഴുന്നേക്കുന്നൊരു ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ബോധം മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു പെട്ടെന്നൊരു ഇതുണ്ടായി. അങ്ങനെ ഞാൻ പയ്യെ എഴുന്നേക്കാൻ ശ്രമിച്ചു. അങ്ങനെ എഴുന്നേറ്റു. നടന്നു അല്ലേ? സഹായം കൊണ്ട് മറ്റുള്ളവർ രണ്ടുപേര് സഹായിച്ച് നടക്കാനായിട്ട്, എന്നാലും നടന്നു. അതെ, ഞാനപ്പോൾ ആ സമയത്ത് പറയായിരുന്നു, എനിക്കും കാലുമിൽ കൂടെ എന്തോ ഒരു എനർജി, ഒരു പവർ ശരീരത്തിലേക്ക് കയറിയ പോലെ ഒരു അനുഭവം ഫീൽ ചെയ്തപ്പോൾ ഞാനിങ്ങനെ ചവിട്ടിൽ പറഞ്ഞു. അപ്പോഴത്തേക്കും ആൾ അവിടെ നിന്ന് എഴുന്നേറ്റു. ആൾക്കും അങ്ങനെ ഒരു ഫീലിങ്സ് വന്നു. ആളവിടെ നിന്ന് ചാടി എഴുന്നേറ്റു, നടന്നു. അങ്ങനെ നടന്നു. എനിക്ക് രണ്ടാമത്തെ വീഴ്ചയ്ക്ക് ശേഷം പിന്നെ ഇതുവരെ അങ്ങനെ നടക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? ഇല്ല. അതന്നെ, പേടി. അതായത് അന്നാ വീണതിന് ശേഷം ആൾക്ക് ഒരു പേടി, ഭയം, അതൊക്കെ ദൈവം മാറ്റി. പിന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ ശരിക്കും എന്താ പറയുക, ഇപ്പം ഇവിടെ വന്നപ്പോൾ കുറുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. ആള് ഭക്ഷണം, സാധാ ചോറ്, എല്ലാ ഭക്ഷണവും നന്നായിട്ട് കഴിക്കും. വലിയൊരു വിശ്വാസത്തിലേക്ക് അല്ലേ, ആ ഒരു ആരാധന സമയത്ത് ഈശോ തൊട്ട് ഒരു വലിയൊരു ആത്മവിശ്വാസത്തിലേക്ക് ഇപ്പോൾ ഈ ജിനിഷേട്ടൻ എത്തിയിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞ് മനസ്സിലാവും, 2019 മുതൽ അദ്ദേഹം ഒരു ഡ്രൈവറായിരുന്നു. എയ്സ് വാഹനം, സ്വന്തമായി വാഹനമുണ്ടായിരുന്നു. ആ വാഹനം ഓടിച്ച് അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു സ്ട്രോക്ക് വരുന്നത്. അതിനുശേഷം ജീവിതം മുഴുവൻ വലിയൊരു നിരാശയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് വരുന്നു. മുഴുവൻ ദിവസം ഒരാഴ്ചത്തെ ധ്യാനം, ആദ്യം ഒരു 3 ദിവസത്തെ ദമ്പതി ധ്യാനം കൂടി, അതിനുശേഷം ഒരാഴ്ചത്തെ ധ്യാനം കൂടിയതിൻ്റെ 2ാം ദിവസം തന്നെ വൈകുന്നേരം നടന്ന ആരാധനയിലാണ് ഈശോ ഇത്രയും വലിയൊരു അത്ഭുതം നടത്തി. ഇതിപ്പോൾ രോഗികളുടെ സെക്ഷനിലെ കിടന്ന് ധ്യാനം കൂടിയുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ വ്യക്തിയുടെ ജീവിതത്തിലാണ് ദൈവം നടന്ന. അദ്ദേഹം നടന്നു അല്ലേ? നിങ്ങൾക്ക് മക്കൾ 3 പേരുണ്ട്? 3 ആൺകുട്ടികളാണ്. മൂത്ത മകൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, 2ാമത്തെ മകൻ 1ാം ക്ലാസ്സിൽ, ചെറിയ കുട്ടി LKG. എന്താണ് ഇപ്പോൾ ജീവിതത്തിൽ തോന്നുന്നത്? അപ്പോൾ ഇത്രത്തോളം മാറ്റം ഈശോ ഈ ഒരു 2 ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിൽ കൊണ്ടുവന്നു. ഇനി എന്ത് പ്രതീക്ഷയാണ്? നല്ല പൂർണ്ണമായിട്ടും സുഖപ്പെട്ട് തന്നെ ഈ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോകാൻ പറ്റുന്നുള്ള വലിയൊരു വിശ്വാസമില്ലേ? പറ്റും. പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് തന്നെ പോകാൻ, ഇവിടുന്ന് തിരിച്ച് നടന്നു പോകാൻ പറ്റും. കിടന്നു വന്നതെന്നുണ്ടെങ്കിലും നടന്നു പോകാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ചേട്ടൻ പറഞ്ഞ ഒരു വാക്ക്, കിടന്നു വന്നതെങ്കിലും എനിക്ക് നടന്നു പോകാൻ പറ്റും. ഇത് ഈ കുടുംബത്തിന് നൽകുന്ന വിശ്വാസം. ഈ വിശ്വാസമാണ് ഈശോ കാണുന്നത്. ആ വിശ്വാസത്തിൻ്റെ പുറത്താണ് രോഗസൗഖ്യങ്ങൾ, അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും ജിനീഷേൻ്റെയും അതോടൊപ്പം തന്നെ സിൽവിയച്ചൻ്റെയും ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം വലിയൊരു അനുഗ്രഹങ്ങൾ ചൊരിയും, വലിയൊരു അത്ഭുതം ദൈവം പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടിയുള്ള ആശംസിക്കാം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ശിവജയ് സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു. അടയാളങ്ങളാൽ വഴി നടത്തും നാഥ, അത്ഭുതങ്ങളാൽ രോഗങ്ങൾ മാറ്റും നാഥ, ഡിവൈൻ തിരുസന്നിധിയിൽ സാക്ഷ്യമേകാൻ നിൻ കൃപ പാടുന്നു ഞങ്ങൾ സദാ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവകൃപയുടെ സാക്ഷ്യങ്ങൾ. അടയാളങ്ങളും അത്ഭുതങ്ങളും ഇതാ ദൈവകൃപയുടെ സാക്ഷ്യങ്ങൾ.